കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM 25 രാവിലെ 10 കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ സമരം നടത്തും. ഇതിന് മുന്നോടിയായുള്ള കട്ടപ്പന ഏരിയാതല കാൽനട പ്രചരണ ജാഥ 19 മുതൽ 23 വരെ നടക്കും. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ക്യാപ്റ്റനായ ജാഥയിൽ MC ബിജു വൈസ് ക്യാപ്റ്റനും KP സുമോത്ത് മാനേജറുമാണ്. ബുധൻ വൈകിട്ട് 5 പുളിയൻമലയിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വ്യാഴം വൈകിട്ട് 5 പാറക്കടവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യനും, വെള്ളി വൈകിട്ട് 5 കട്ടപ്പനയിൽ MM മണി MLAയും, ശനി വൈകിട്ട് വെള്ളിലാങ്കണ്ടത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനും യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ CPIMനോടോ അല്ല, കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന പൊതുവായ അവഗണനയെ ഈ സംസ്ഥാനത്തിന് അർഹമായ വിഹിതങ്ങൾ നൽകാതിരിക്കുകയും വലിയ രൂപത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെ സാമ്പത്തിക കടക്കെണിയിലും പ്രതിസന്ധിയിലുമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേന്ദ്ര BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ചില വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ UDFന്റെ മൗനത്തോടു കൂടിയുള്ള പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ട്. കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരള സംസ്ഥാനത്തെ വലിയ വികസനത്തിലേക്കും പുരോഗതിയിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 10% സാമ്പത്തിക വളർച്ച നേടിയ ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും മാതൃകയായിട്ടും അതേപോലെ തന്നെ പുരോഗമനപരമായിട്ടുമാണ് ഈ സംസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടുപോകുന്നത്. എന്നാൽ കേരളത്തിന് അർഹമായത് ഒന്നും നൽകാതെ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം എന്നുള്ള ഒരു പേര് പോലും നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ദീർഘമായ അവരുടെ പ്രസംഗത്തിനിടയിൽ ഒരു പേര് പോലും പദം പോലും ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച് വളരെ ശക്തമായ വിമർശനം കേരളത്തിലെ പൊതുസമൂഹത്തിനും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എല്ലാം ഉണ്ട്. ഞായർ വൈകിട്ട് 5 സമാപന സമ്മേളനം ഇരട്ടയാറ്റിൽ നടക്കും. ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്യുമെന്ന് CPIM നേതാക്കൾ അറിയിച്ചു.